ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ഊർജത്തെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അഥവാ ഊർജ സംരക്ഷണ നിയമം. സയൻസിലെ വളരെ അടിസ്ഥാനപരമായ ഒരു നിയമമാണിത്. എന്നാൽ എല്ലാ നിയമങ്ങളെയും പോലെ ഈ നിയമത്തിനും എക്സെപ്ഷൻസ് അഥവാ ഒഴിവുകളുണ്ട്. ഊർജ സംരക്ഷണ നിയമം തെറ്റിക്കപ്പെടുന്ന രണ്ട് സാഹചര്യങ്ങൾ നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. അതിലൊന്നില് ഊർജം പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുന്നതായും മറ്റൊന്നില് ഊർജം നശിപ്പിക്കപ്പെടുന്നതായും നമുക്ക് കാണാൻ കഴിയും. നിയമം ആദ്യമായിട്ട് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാല് ഒരൊറ്റ വ്യക്തിയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വിവിധ സയന്റിസ്റ്റുകളുടെ പഠനഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ആശയമാണ് ഊർജ സംരക്ഷണ നിയമം. പക്ഷേ അതിനൊരു ഫോർമൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് എമി നൂതർ എന്ന സയന്റിസ്റ്റ് ആണ്. നൂതർ ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. 1918 അവർ ഈ ഒരു ഡെഫിനിഷൻ മുൻപോട്ട് വെക്കുന്നത്. അതനുസരിച്ച് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജി കൺസേർവ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ടൈം ട്രാൻസ്ലേഷൻ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യണം. ടൈം ട്രാൻസ്ലേഷൻ സിമെട്രി എന്ന വാക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വാക്കായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലും എനർജി കൺസർവ് ചെയ്യപ്പെടും എന്നല്ല നിയമം. എനർജി കൺസർവ് ചെയ്യപ്പെടാൻ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടാലേ ഊർജം സംരക്ഷിക്കപ്പെടൂ. അതിൽ ഒന്നാമത്തേതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം ആയിരിക്കണം എന്നുള്ളത്. ചുറ്റുപാടുകളുമായിട്ട് പദാർത്ഥമോ ഊർജമോ കൈമാറ്റം ചെയ്യാത്തൊരു സിസ്റ്റത്തെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു ഫ്ലാസ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. ആ ഫ്ലാസ്ക് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പദാർത്ഥം എന്തായാലും പുറത്തു പോകുന്നുണ്ടായിരിക്കില്ല. ആ ഫ്ലാസ്കിൽ നിന്നും ഊർജവും ഒരു നിലയ്ക്കും പുറത്തു പോകുന്നില്ലെങ്കിൽ ഫ്ലാസ്കിലെ വെള്ളത്തിന്റെ താപനില ഒരിക്കലും കുറയില്ല. അത് എപ്പോഴും 80 ഡിഗ്രി സെൽഷ്യസ് തന്നെയായി നിലനിൽക്കും. അപ്പോൾ ആ ഫ്ലാസ്ക് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറയാം. പക്ഷേ ഊർജ്ജനഷ്ടം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ഫ്ലാസ്കിനും കഴിയില്ല. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്നീ 3 രീതിയിലും ഊർജ്ജനഷ്ടം ഏറ്റവും കുറയ്ക്കത്തക്ക രീതിയിലാണ് ഒരു ഫ്ലാസ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഊർജ്ജനഷ്ടം ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാസ്ക് ഒരു പെർഫെക്റ്റ് ഐസൊലേറ്റഡ് സിസ്റ്റം അല്ല. പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു പെർഫെക്റ്റ് ഐസൊലേറ്റഡ് സിസ്റ്റം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു സിസ്റ്റത്തിലേക്ക് ഊർജം കടക്കുകയോ അതിൽ നിന്നും ഊർജം പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന ചില വഴികളുണ്ട്. പലപ്പോഴും ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടുന്നില്ല എന്ന സംശയം ജനിപ്പിക്കുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന നിബന്ധന പാലിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് മുന്നത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെങ്കിലും ആ സിസ്റ്റത്തിന്റെ അകത്ത് കടക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്ന ഊർജം കൂടെ കണക്കിലെടുത്താൽ അവിടെ ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടാൻ ആവശ്യമായ രണ്ടാമത്തെ നിബന്ധന നോക്കാം. അതാണ് ടൈം ട്രാൻസ്ലേഷണൽ സിമെട്രി. വാക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ആ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് മാറാൻ പാടില്ല. അതായത് നമ്മളൊരു പന്ത് മേലോട്ട് എറിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ട് താഴേക്ക് വീഴുമെന്ന് കണക്കാക്കാൻ ചില നിയമങ്ങളും ഫോർമുലകളും ഒക്കെ ഉണ്ട്. അതിലെ പ്രധാന ഘടകം എന്നത് ഗ്രാവിറ്റി എന്ന പ്രപഞ്ച നിയമമാണ്. കാലം മാറുന്നതനുസരിച്ച് ഗ്രാവിറ്റി എന്ന പ്രപഞ്ച നിയമത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഭൂമിയുടെ മാസ് അടക്കം മറ്റെല്ലാ പാരാമീറ്റേഴ്സും മാറാതെ നിൽക്കുകയാണെങ്കിൽ ആ പന്തിനെ നമ്മൾ ഇന്ന് എറിഞ്ഞാലും നാളെ എറിഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞ് എറിഞ്ഞാലും അത് താഴെ എത്താൻ എടുക്കുന്ന സമയം ഒന്ന് തന്നെയായിരിക്കും. അതായത് ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ഗ്രാവിറ്റി എന്ന പ്രപഞ്ച നിയമം കാലാന്തരത്തിൽ മാറുന്നില്ല. ഇങ്ങനെ കാലാന്തരത്തിൽ നിയമങ്ങൾ മാറാത്ത സിസ്റ്റത്തെയാണ് ടൈം ട്രാൻസ്ലേഷൻ സിമെട്രി ഉള്ള സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇത്തരം സിസ്റ്റംസിലാണ് ഊർജം സംരക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഏത് സിസ്റ്റത്തെ എടുത്താലും അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച നിയമങ്ങൾ കാലാന്തരത്തിൽ മാറുന്നില്ല. സിമെട്രി പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഊർജ സംരക്ഷണ നിയമവും പാലിക്കപ്പെടും. അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏതൊരു സിസ്റ്റം എടുത്താലും അവിടെയൊക്കെ ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടാത്ത 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് കണക്കാക്കിയാൽ പ്രപഞ്ചത്തിലെ മൊത്തം ഊർജവും സംരക്ഷിക്കപ്പെടണ്ടേ? ആ ഒരു സ്കെയിലിൽ കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടുന്നില്ല എന്ന് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ്. പ്രപഞ്ച വികാസം മൂലം പ്രകാശത്തിന്റെ വേവ് ലെങ്ത് സ്ട്രെച്ച് ആകുന്ന പ്രതിഭാസത്തെയാണ് കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്.
പ്രപഞ്ച വികാസത്തെക്കുറിച്ച് മുൻപത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ എംപ്റ്റി സ്പേസ് ആണ് വികസിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം ഇന്ന് 1 കിലോമീറ്റർ ആണെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ദൂരം 1.1 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഇതാണ് പ്രപഞ്ച വികാസം. ഒരു വിദൂര ഗാലക്സിയിൽ നിന്നും പണ്ട് പുറപ്പെട്ട പ്രകാശം കോടിക്കണക്കിന് വർഷങ്ങൾ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്തെത്തുന്നത്. ആ കാലയളവ് മുഴുവനും പ്രപഞ്ചം വികസിക്കുന്നുണ്ട്. അതായത് ആ പ്രകാശം കടന്നു വരുന്ന എംപ്റ്റി സ്പേസ് പ്രകാശം കടന്നു വരുന്ന സമയത്ത് വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് ആ പ്രകാശത്തിന്റെ വേവ് ലെങ്ത് സ്ട്രെച്ച് ചെയ്യപ്പെടും. ഇതുമൂലം പ്രകാശം പുറപ്പെടുന്ന സമയത്ത് അത് വേവ് ലെങ്ത് കുറവുള്ള നീല പ്രകാശമായിരുന്നെങ്കിൽ അത് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ വേവ് ലെങ്ത് കൂടുതലുള്ള ചുവപ്പ് പ്രകാശമായി മാറും. ഇതിനെയാണ് കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രകാശത്തിന്റെ ഊർജം അതിന്റെ വേവ് ലെങ്തിനനുസരിച്ചാണ് ഇരിക്കുന്നത്. വേവ് ലെങ്ത് കൂടുമ്പോൾ ഊർജം കുറയും. നീല പ്രകാശത്തിന് ഊർജം കൂടുതലും ചുവപ്പ് പ്രകാശത്തിന് ഊർജം കുറവുമാണ് ഉള്ളത്. അപ്പോൾ പുറപ്പെടുമ്പോൾ ഊർജം കൂടുതലുള്ള നീല പ്രകാശമായിരുന്നത് നമ്മുടെ അടുത്തെത്തുമ്പോൾ ഊർജം കുറവുള്ള ചുവപ്പ് പ്രകാശമായി മാറും. അതായത് ഈ ഒരു കേസിൽ പ്രകാശത്തിന് ഊർജ നഷ്ടം സംഭവിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഊർജത്തിന്റെ ചെലവില്ല. അത് എത്ര ദൂരം സഞ്ചരിച്ചാലും അതിന് ഊർജ നഷ്ടം സംഭവിക്കില്ല. പക്ഷെ പ്രപഞ്ച വികാസം കൂടെ കണക്കിലെടുക്കുമ്പോൾ പ്രകാശത്തിന് വേവ് ലെങ്ത് സ്ട്രെച്ച് ആവുന്നത് മൂലം അതിന് ഊർജ നഷ്ടം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഊർജം വേറെ ആർക്കും കിട്ടുന്നില്ല, അഥവാ വേറെ ഒരു വസ്തുവിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ആ ഊർജം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഊർജം സംരക്ഷിക്കപ്പെടുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഊർജം എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം നോക്കാം. പ്രപഞ്ച വികാസത്തിന് കാരണമായി പറയപ്പെടുന്നത് ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്ന ഒരു തരം എനർജിയാണ്. ഇത് നമ്മുടെ നോർമൽ എനർജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നോർമൽ എനർജിക്ക് മാസിനുള്ളതുപോലെ ഗ്രാവിറ്റേഷണൽ സ്വഭാവമാണുള്ളത്. എന്നാൽ ഡാർക്ക് എനർജി ഒരു തരം റിപ്പൾസീവ് എനർജിയാണ്. അത് സ്പേസിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി പ്രപഞ്ചത്തിൽ കോൺസ്റ്റന്റ് ആണ്. അതായത് 1 മീറ്റർ ക്യൂബ് സ്പേസ് എടുത്താൽ അതിലുള്ള ഡാർക്ക് എനർജിയുടെ അളവ് കോൺസ്റ്റന്റ് ആണ്. അത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആണ്, പക്ഷെ അത് കോൺസ്റ്റന്റ് ആണ്. പ്രപഞ്ചം വികസിച്ചാലും ഈ ഡെൻസിറ്റി കുറയില്ല. എന്നാൽ പ്രപഞ്ചം വികസിക്കുമ്പോൾ ഇന്നത്തെ 1 മീറ്റർ ക്യൂബ് കോടിക്കണക്കിന് വർഷം കഴിയുമ്പോൾ 2 മീറ്റർ ക്യൂബ് ആവും. പക്ഷെ അപ്പോഴും 1 മീറ്റർ ക്യൂബിലുള്ള ഡാർക്ക് എനർജിയുടെ അളവ് കുറയില്ല. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഡാർക്ക് എനർജിയുടെ അളവ് ഡബിൾ ആവും. അതായത് പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ച് ഡാർക്ക് എനർജിയുടെ സാന്ദ്രത കുറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഡാർക്ക് എനർജിയുടെ ടോട്ടൽ അളവ് പ്രപഞ്ചത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഡാർക്ക് എനർജി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഊർജ്ജ സംരക്ഷണ നിയമം പാലിക്കപ്പെടാത്ത